ഇപ്പൊ ഇതിനകത്ത് വന്ന് കിടക്കാനായിട്ട് ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് കിടക്കും? ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. വെച്ച് കിടക്കാനോ ഇറിപ്പേനോ ഒന്നിനും നിവൃത്തിയില്ല. മകൻ ഒരു ജോലി പോലെ ചെരുക്കനുമില്ല. തീരസംരക്ഷണ നടപടികളിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് കല്ലില്ലെങ്കിൽ കടലിലേക്കെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പുത്തൻതോട് ബീച്ചിൽ കടലിലിറങ്ങി സമരം സംഘടിപ്പിച്ച ചെല്ലാനംകൊച്ചി ജനകീയ വേദി. ചെല്ലാനംകൊച്ചി തീരസംരക്ഷണ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ കടുത്ത അവഗണനയാണ് കേരള സർക്കാർ തുടർന്നു വരുന്നത്. പാതി വഴിയിൽ നിന്നു പോയ ടെട്രാപോഡ് കടൽ ഭിത്തി, പുലിമുട്ടുകളുടെ നിർമ്മാണം പുനരാരംഭിക്കാനുള്ള നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. ഞങ്ങളുടെ അവസ്ഥ കണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്തതാ, പിന്നീട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആരും ഉണ്ടായില്ല. ഒരു വീട് പോയി രണ്ടാമത്തെ വെച്ച് അടുത്ത പ്രാവശ്യം അതും പോകും. അത്ര അവസ്ഥയിലാണ് ഞങ്ങൾ കിടക്കണത് ഇവിടെ ഉള്ളവര്. ADB ലോൺ ലഭ്യമാക്കി ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണം പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ച 100 കോടി രൂപയുടെ ജിയോ ട്യൂബ് കൊണ്ടുള്ള ഓഫ്ഷോർ ബ്രോക്ക് വാട്ടർ വാൾ പദ്ധതിയിൽ മാനാശ്ശേരി സൗദി ബീച്ച് റോഡ് പ്രദേശങ്ങളെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും പരിഗണിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ഏപ്രിൽ 11 ചെല്ലാനംകൊച്ചി ജനകീയ വേദി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിനെ തുടർന്ന് മെയ് 15 താൽക്കാലിക പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിരുന്നതാണ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മഴക്കാല പൂർവ്വ താൽക്കാലിക പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെല്ലാനംകൊച്ചി തീരത്ത് ആരംഭിച്ചിട്ട് പോലുമില്ല. ചെറിയ കടൽ പ്രദേശത്ത് ഈ ദിവസങ്ങളിൽ പോലും കടൽ കയറുന്ന സ്ഥിതിയുണ്ട്. എന്നാൽ അർഹിക്കുന്ന ഗൗരവം അധികാരികൾ ഈ കാര്യത്തിൽ കാണിക്കുന്നില്ല. Subscribe to One India and never miss an update.